നമസ്കാരം. ഞാൻ ഇവ മരിയാണ്. ഇതെന്റെ ചേച്ചി ലിയോണ. ഇതെന്റെ ചാച്ചൻ ലൂമി. ചാച്ചൻ ഡാഡി. ഇവിടെ വെക്കേഷൻ അടിച്ച് പൊളിക്കാൻ വന്നതാണ്. എഡിറ്റ് നിന്നപ്പോ ചാടി കണ്ടിട്ട് പറഞ്ഞോ. റെഡി. മേടിക്കാം. ഫസ്റ്റ് ആക്കും ലാസ്റ്റും ഫസ്റ്റ് ആക്കും എന്നല്ല പറഞ്ഞ. അല്ലേ? അങ്ങനെ മതി. തുടങ്ങിക്കോ. അച്ഛൻ നോക്കില്ലേ ചേട്ടൻ ചെയ്യണത്? നോ കോമഡി ഫോർ ടീച്ചർ. അച്ഛൻ ചിരിക്കല്ലേടാ പ്ലീസ്. ചിരിക്കുന്നു. ഇത് കുറച്ചു നേരം മതി. അത് കഴിഞ്ഞ് ആടണതും ഞാൻ നെക്സ്റ്റ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. ആദ്യം ഞാൻ പറഞ്ഞുതരാം. അല്ല, ആദ്യം ഇങ്ങനെ ചെയ്യുന്നു ഇരുന്നിട്ട്. അത് കഴിഞ്ഞാ അത് ലൂമേൻ പുറകിലേക്ക്. എട്ടുകാലി ഒന്ന് പുറകിലേക്ക് ഇരിക്കും. എനിക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ട്. ആയിക്കോട്ടെ അമ്മായി, ഇതും കൂടെ ചെയ്യണേ. ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാ? കണ്ണോണ്ടുള്ളത് ഒന്ന് കേറിക്കട കുഞ്ഞു. ഓക്കെ പ്ലീസ്. റെഡി? അത് വേണ്ട, നിനക്ക് മാത്രം ചേർത്താൽ മതി. റെഡി? നെക്സ്റ്റ് സിറ്റ്. One more. Hey, Bimu. Next, ice. Next, Shavasana. ശ്വാസം വലിക്കുക കിടന്നിട്ട് ചേട്ടനെ പോലെ. കയ്യിലെണ്ണം അവിടെ മനസ്സിൽ വെക്കേ. മനസ്സിൽ വിടാം. രണ്ടും മനസ്സിൽ വെക്കാം. ഓക്കെ, സ്റ്റാർട്ട്. നഖം ഇങ്ങനെ പോയി. ചില സമയത്ത്
നോക്കിയടിക്കേ ഒരു പ്രാവശ്യം കൂടി കളിക്കച്ചു കൊഞ്ചാണ്ട് സംസാരിക്കണം കേട്ടോ അച്ചോ ഓ ബ്ലാക്കിലാണ് കൊണ്ടേ ഇതാരല്ലോ ആവൂ ബ്ലാക്ക് ആയിരിക്കും വീട് നമ്മളവിടെ തൊടില്ല ഒന്നും വീണില്ല എന്നിട്ടാ ബ്ലാക്ക് ബ്ലാക്ക് അടിക്കട്ടെ മഷീൻ വീഴും താങ്ക് യു ബ്ലാക്ക് റെഡ് ചിലപ്പോ വീഴാൻ സാധ്യത റെഡ് എടുക്ക് ബ്രൗൺ തൊട്ടു അത് എന്ത് കാര്യം ബ്ലാക്ക് അടിക്കട്ടെ മഷീന് ഒന്നും വീണില്ല ബ്ലാക്ക് അടിക്കട്ടെ ബ്ലാക്ക് അടിക്കല്ലോ അടിക്കട്ടെ ബ്ലാക്ക് അടിക്കണ്ട മൈനസ് അടിക്കണ്ട മൈനസ് മസാനെ പണി പണി പണിയായി different types of fruits. Apple, mango, peach, pears, orange, banana, strawberry, grape, watermelon, pineapple, lemon, different kinds of seeds, jellyfish, goldfish,
അവനെന്താ നീ തിന്നാൻ കൊടുക്കണേ? ഇനി ആർക്കാ കൊടുക്കണ്ട അച്ചോ? എന്നാ പോവാ. അവരെല്ലാം എവിടെ പോയിരിക്കുക? കാലത്ത് ഭക്ഷണം കഴിഞ്ഞു തോന്നണു അല്ലേ? ആരെയും കാണാനില്ലല്ലോ. എന്താ കൊടുക്കണം മീനിന് നീ? എന്ത് ബിസ്ക്കറ്റാ? വന്ന് കഴിക്കാൻ പറയട്ടാ. വന്ന് കഴിക്കാൻ പറയ അവരോട് വേഗം. വിശപ്പ് മാറാ വന്നിരിക്കണ അച്ചോ. ചക്കി നോക്കണ്ടല്ലോ, കൊടുക്ക്. പ്ലേറ്റ് വയ്ക്കട്ടെ, ഇട്ട് കൊടുക്ക. വിശേഷം ചോദിച്ചാ അച്ഛോ, ഇതെന്താ പട്ടിക്കൂട് നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിരിക്കണേ? എന്താ നമ്മൾ ഈ പട്ടിയുടെ കൂടിനെ ഇംഗ്ലീഷിൽ പഠിച്ചിരിക്കണേ? ചക്കിയുടെ ഫ്രണ്ട് ആയിരുന്നു അല്ലേ? ചക്കി ഒറ്റയ്ക്കായി അല്ലേ? ആ വെള്ളം വേണം ചോദിച്ചോക്ക്. മൂടിട്ടേക്കണേ. എന്നാ അതിന് കുറച്ച് അരി കൊടുക്ക്. ഇട്ടോ എടുത്തോ പേപ്പറില്ലേട്ടാ. മുട്ട തിന്നല്ലേന്നും പറയട്ടാ. പോവാ. താറാവിനെ പിടിച്ച ഭക്ഷണം കൊടുക്കാനാ പോണേ. ഓക്കെ, എന്നാ പോവാ. ഈ താറാവിന്റെ കോഴിയുടെ കൂടിനൊക്കെ എന്താ പറയാ? എന്താ പറയാ? കൂപ്പ്. ലലിച്ചോ? ഓക്കെ. നീ ഒന്ന് ഇരിക്കേ. താറാവേ, 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 കുറച്ചത് കെട്ടെൻ്റെ കയ്യില്. എന്നാ താറാവേ, അയ്യോ, എന്നാ അതാണ് വെച്ചോട്ടോ. താറാവ് തടാ അച്ചു വെച്ചോട്ടോ കയ്യേ. ഇങ്ങോട്ട് വാ, ഇവിടെ വാ. എന്നാ താറാവേ, എന്നാ
കഴിഞ്ഞാ മതിയാ കറവന് മതിയാ പേടിച്ചിട്ടാ നിങ്ങൾ നാലാളും കൂടി ഇരുന്ന് കാണുമ്പോഴേ പേടിച്ചിട്ടാ വേറൊന്നല്ല അവരുടെ കയ്യിൽ നിന്ന് കൊത്തിക്കോളെ വേണമെങ്കിൽ കണ്ടു അപ്പൊ പേടിയായി അവർക്ക് അതാ നാലാള് ആയില്ലേ ഒരാളൊക്കെ ഏറ്റാ പ്രശ്നം ഉണ്ടാവില്ല ഞങ്ങളുടെ പറമ്പിന്റെ കുളി ഒന്ന് കണ്ടാലോ ഓരോരുത്തരായിട്ട് ഇറങ്ങോ നല്ല നല്ല സുഖം ഞങ്ങൾക്ക് സഡൻലി ഒന്ന് മുങ്ങണം സഡൻലി മുങ്ങട്ടെ അതെ അതെ ഒരുപാട് വെള്ളം തെറിപ്പിക്കല്ലേ അച്ഛൻ്റെ കാണുന്നുണ്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കണുണ്ട് ഇവിടെ നമുക്ക് നീന്താം നീന്തൽ റേസ് ഓൾസോ അച്ഛന്ന് മുന്നിക്ക് വന്നിട്ട് മുങ്ങുവോ അച്ഛൻ്റെ ആണോ അയച്ചു കൊടുക്കുന്നത് നല്ലോണം മുങ്ങടി ഫുള്ളായിട്ട് മുങ്ങിയാ മുക്കി വന്നില്ല ഞാൻ നിന്റെ ജോലിക്ക് ഉണ്ടാക്കാം കേട്ടാ ഇല്ലേ നിന്റെ ചെവിയിലൊന്ന് പറയാം നീ മുന്നേ ചെവിയിലൊന്ന് പറയാം നല്ല ടേബിൾ ആ ആ അവളുടെ ചെവിയിലെന്താ പറയാ ഇവിടെ ഞാനിവിടെ കുളിക്കാൻ വന്നതാണ് ഞാനൊക്കെ അറിയാം ഞങ്ങളുടെ പുള്ളൊന്ന് കണ്ടുവച്ചു
അച്ഛോ അങ്ങോട്ട് പാട്ടൊക്കെ പഠിക്കാം. ആരെന്നെ കുപ്പി നിർത്തിയ ഞാനാ സോറി പാട്ടൊക്കെ പാട്. മമ്മ വരണ എന്താ പറയാ ലിച്ചുനോടത്തോ ലിച്ചുവിന്റെ ഫ്രീ കിക്ക് ലിച്ചുവിന്റെ കയ്യിൽ ലൂമിനേറ്റ് നോട്ട് ഗോ ലൂമിനേറ്റ് ഔട്ട് അപ്പൊ ഞങ്ങൾക്ക് ഫ്രീ വെയിറ്റ് എന്തേ കിട്ടിയാ വരട്ടെ പറഞ്ഞിട്ട് തട്ടും. കിട്ടിയാ ഷേക്കിന് കൊടുക്കണ എന്നിട്ട് അവസാനം അതും കൊടുക്കാം ഞാൻ പിടിക്കാം. 2 3 ഷോട്ട്. തട്ട് ഗോളാവ് ഗോളില്ല അതവർക്ക് അറിയാലോ വരൊക്കെ കൂടി എടുക്ക. വാ അവിടെ ഔട്ടായില്ലേ അച്ഛൻ മമ്മൻ്റെ കൂടെ അയ്യപ്പൻ കോശി അയ്യപ്പൻ കോശി അയ്യപ്പൻ കോശി അയ്യപ്പൻ മമ്മേനെ പിടിക്കാൻ പോയോ? എന്നോ ഇല്ലല്ലോ അയ്യപ്പൻ ഞങ്ങള് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പോവാണ് മമ്മേനെ അമ്മാമ്മേനെ സഹായിക്കട്ടെ അതെന്താ ഒരു ചെറുത്? ഗുലാബ് ജാം ഉണ്ടാക്കിയത് മാത്രം അവരെ നിർത്തിയിട്ട് ഫോട്ടോ എടുത്താൽ മതി. അത്രേ വേണ്ടോ? ഇട് ലൂമിൻ ഇട് ഓരോന്ന്. റെഡി 1 2 3. Let's go to eat. മടിയൻ കുടിയൻ മടിയൻ മടിയൻ ഓ മടിയൻ മടിയൻ മടിയൻ. ക്യുറ്റി ആർക്കും ക്യുറ്റി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ക്യുറ്റി ചെയ്യാം. മിഠായില്ലാന്നുള്ള ഞാൻ പണിയിൽ കൂടി ആള് വരും. ആ പണി കഴിഞ്ഞിട്ട് കണ്ടു തന്നാ
എന്താ കുളിക്കണ്ടേ എന്താ കുളിക്കണ്ടേ എപ്പാ തുടങ്ങിയതാ പറയാ ഞാൻ കുളിച്ചോടനെ എല്ലാരും അച്ഛൻ മാത്രം പൊന്തട്ടെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം എന്താ രസല്ലേ ആ മേശമില്ലേ മേശം ഇഷ്ടം പോലെ ഉണ്ട്. മേശമുണ്ട് പിന്നെ ആ വീട്ടിൽ നിന്ന് തൊട്ടേന് മോള് കൊറോണ ആ പനി തന്നെ തൊട്ടേനെ മോളിനോട് മമ്മി അയ്യോ അപ്പൊ കേട്ടാ വിളിച്ചിരുന്നു പപ്പേനെ, ഞാൻ വിളിക്കാം. സ്റ്റാർട്ട്. ഒരു തായ് നടാ കൊച്ചു
From the veins, speaking my lesson. From the brain, seeing the beauty through the. അടുത്തോടാ
അതിന്ന് എടുത്തോ. മണത്ത് നോക്കാട്ടാ. അറിയില്ലെങ്കിൽ ബാക്കി വെച്ചോ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് എടുത്തോ. കിട്ടിങ്ങി വേഗം പറയണം. ഓക്കെ എല്ലാവർക്കും എളുപ്പല്ലേ. ഓക്കെ, 3 ഒന്ന് കൈ ഇട്ട് കൊടുത്തോളാട്ടെ ലൂമേൻ്റെ ഉള്ളിക്ക്. ഓക്കെ, അച്ഛന് കാണാണ്ടാ. ഓക്കെ, അപ്പൊ അച്ഛൻ ഒരു ടെസ്റ്റ് ചെയ്യോ? കണ്ണു കാണാണ്ടോന്ന്? കണ്ണു കാണാണ്ട് എനിക്ക് കൃഷിയാണോ അത് ഇനി കുറച്ചും കൂടി ഉണ്ട്. അത് വിത്തിടുന്നത് എങ്ങനെയാന്ന് കാണിച്ചു. ആവശ്യമായ മണ്ണും എണ്ണൂരും കണിച്ച് ചെയ്യാൻ പോവാണ് ഞങ്ങൾ. ഇവിടുന്നാണ് ഞങ്ങൾ മണ്ണെടുക്കാൻ ഇവിടുന്നാണ് എന്നെ വീട്ടിലാൻ നോക്കാൻ. അയ്യോ, പകുതി മണ്ണും പകുതി വെണ്ണീരാട്ടാണ് വേണ്ടത്. എല്ലാം ഒരേ സ്ഥലത്തിടല്ലേടാ. ഇനി മറ്റോടത്തേക്ക് ഇതാണ് ഞങ്ങൾ 2 ദിവസം വെള്ളത്തിൽ വെച്ചൊരു പയറ് വിത്തു. നിങ്ങൾ ഓരോ കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഓരോ വിത്തിടുക കേട്ടാ. 2 കേട്ടോ. ഞാനൊരു പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു കവിത. ഒന്ന് പാടിയേ. ഇങ്ങനെ വെള്ളം ഒഴിച്ചു അല്ലെ കുഴിച്ചിട്ടാൽ മതിയാ? ഇത് കഴിഞ്ഞ ഇനി എന്താ വേണ്ടേ? എല്ലാ ദിവസവും ചെയ്യോ നിങ്ങള്? ഓ, ഒരു പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒന്ന് പാടുവോ? ഒരു കൊച്ചു മക്കൾക്ക് വേണ്ടി അയ്യ, അതിന്റെ അകത്ത് എന്താ? അതിന്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വൃത്തിക്ക് കഴുകുകയാണ്. ആ കോഴിയുടെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അതൊക്കെ നമ്മൾ ഇങ്ങനെ വലിച്ച് കീറുകയാണ്. വൃത്തിക്കൂടാണ്. ഇപ്പൊ ഞങ്ങൾ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇരിക്കുകയാണ്. ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ചിക്കൻ ഇങ്ങനെ വെട്ടിക്കൊടുക്കുകയാണ്. മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ട് നമ്മൾ വെട്ടുകയാണ്. സൂക്ഷിച്ച് വെട്ടണം, നല്ല മൂർച്ചയുള്ള കത്തിയാണ്. ഇപ്പോൾ വെട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഈ ഭാഗം തൊടയും എല്ലാം നല്ല പോലെ വെട്ടിയാലാണ് അതിൻ്റെ ആ മസാലയൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പം നല്ല വൃത്തിയാക്കി നമ്മൾ വെട്ടുകയാണ്. ഓഫ് ചെയ്തോ. ഈ മസാല ആരെങ്കിലും രുചിച്ചു വെക്കാൻ തയ്യാറായിട്ടുള്ളവരുണ്ടോ? ഉണ്ട്. ഒരു മിനിറ്റ്, എന്തേലും കുറവെന്ന് പറയേ. നല്ല മധുരം.
നോക്കട്ടെ നോക്കട്ടെ. എന്താ കുറവെങ്കിൽ പറയട്ടാ. എല്ലാം ഉണ്ടാ? ഉള്ളിയും എല്ലാം ഇല്ലേ? ഉപ്പൊക്കെ ഇല്ലടാ? നല്ല മധുരമുണ്ട്. മധുരം. ഇനി ഡാഡിന്റെ കോഴിയിലേക്കാട്ടാ. കോഴി പെരട്ടാൻ പോവുകയാണ്. നമ്മളത് കോഴിയിലേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്ലൈ കാണുമ്പോ തന്നെ നിങ്ങക്ക് അവിടെ നിന്ന് തിന്നാൻ തോന്നുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. ഇല്ല, പക്ഷെ എനിക്ക് നന്നായി തോന്നുന്നുണ്ട്. നമുക്കിപ്പോ തരാൻ നിവൃത്തിയില്ലല്ലോ. ഇതിലേക്കൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഒരു മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലെ പുഴുങ്ങി വെച്ച നല്ല രസം ഉണ്ടാവും. ഈസ്റ്റർ കോഴി ഇത് കാണുമ്പോ തന്നെ നിങ്ങക്ക് കൊതി അടക്കാൻ പറ്റില്ല. ഇത് കാണുമ്പോ തന്നെ നിങ്ങക്ക് നല്ലൊരു ആനന്ദ പുളികരമാവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതെ അല്ലേ? ഡാഡി മാറ്റി വെച്ചോ വീഡിയോ? നീ ഡാഡി മാറ്റി വെച്ചോ വീഡിയോ? എന്താ ഇത്രേ പോരെ? അവൾക്ക് മതിയായി. ബാക്കിയുള്ള മസാല നമ്മള് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്ര ഒഴിച്ചാ പോരെ? അതിൻ്റെ അകത്ത് മതി. ബാക്കി നമ്മളിവിടെ ഇങ്ങനെ പരത്തി കുറച്ചേരം ഇവിടെ ഇങ്ങനെ ഇടുകയാണ് പിടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാത്തേക്കും ഇങ്ങനെ കടന്നു പോട്ടെ. ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മൂടി വെക്കണം. ഞാൻ ചെയ്തോ. ചിക്കൻ മൊയിലാളി പോവാണ്. ഇവിടെയാണ് നമ്മൾ ഒരുക്കാൻ വെച്ചിരിക്കുന്ന സ്ഥലം. ഇവിടെ ഇതാ ചിക്കനും അതുപോലെ തന്നെ ഇലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ വന്നപ്പോഴാണ് ഒരു പാവ എങ്ങനെയോ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടത്. ഇതിന്റെ ദുരൂഹത ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. വീട്ടിലുണ്ടായിരുന്ന ഒരു പാവയാണിത്. ഇതെങ്ങനെ വന്നു എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. വള്ളഭൂതമാവും അല്ലെങ്കിൽ വേറെ ഭൂതമാവും. ഇതാ കോല്, ആ കോലിന് മുകളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാണ്. അപ്ലൈ എന്ന് വെച്ചാൽ വെച്ച് കൊടുക്കുകയാണ്. കുത്തി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മസാലയൊക്കെ ബാക്കിയുണ്ട്. അത് നമ്മൾ ആ കഴുത്തിലേക്കും എല്ലായിടത്തേക്കും അങ്ങോട്ട് തേമ്പി വിടുകയാണ്. ആ വരാം. നമ്മളിപ്പോൾ ഇത് ആ അമ്പട കുളിസോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കോഴി ഇരിക്കുന്നത്. നിർത്തിക്കോ. നമുക്ക് തോന്നും ചവറ് കത്തിച്ചിടാന്ന്, പക്ഷെ അല്ല. ഇതിൻ്റെ ഉള്ളിൽ ചിക്കനാണ് ഇപ്പോൾ വെന്തുകൊണ്ടിരിക്കണേ. നമ്മുടെ സഹായികളായിട്ടുള്ളവർ ഒന്നുകൂടി പരിചയപ്പെടുത്താം. ലിയോണ ഒരു ഹായ് പറയണം. ലിയോണ, ഡാരിൻ, അച്ചു, ഇവ എന്നറിയപ്പെടുന്ന അച്ചു, ലൂമിൻ. ഈ 4 പേരുടെ ഒറ്റ സഹായം കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ചിക്കൻ ഇങ്ങനെ വേവിച്ചിരിക്കുന്നത്. ഈ 2 ആൺകുട്ടികൾ ഒരുപാട് വിറകുകൾ ശേഖരിക്കാൻ നമ്മോട് കൂടെ നിന്നു. ഈ ഇവരും അതെ. ഇവർ പിന്നെ പ്രേതത്തിൻ്റെ കഥ പിടിക്കാൻ പോയെങ്കിലും ഓലകളൊക്കെ പെറുക്കാൻ ഇവരും സഹായിച്ചു. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് തീൻ്റെ ഒരു കുറവ് അനുഭവപ്പെട്ടു. അപ്പോൾ നമ്മൾ കുറച്ച് തീയൊക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്താ അവസ്ഥ എന്ന് അറിഞ്ഞുകൂടാ. എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് തുറന്നു. സോറി, ഞങ്ങൾ നീ ഉണ്ടോ നോക്കിയില്ലേ?
അയ്യോ സോറി ഇപ്പോഴാണ് ഓണാക്കിയത്. ഇതെടുക്കുക, വട്ടലൻ ചിക്കൻ റെഡി. ഇതാണ് ഞങ്ങളുടെ വട്ടലൻ ചിക്കൻ. ഞങ്ങള് 4 പേരൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കോഴീനെ മുറിച്ച ഞങ്ങള് മണ്ണുണ്ടാവില്ലേ? അത് ശരിക്കും പറ്റില്ല. ഈ തോലിതാ തോല് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തുണ്ടാ ഡാ പിള്ളേര് പറഞ്ഞു എന്തുണ്ടെന്നാ. ഇതാണ് ഞങ്ങളുടെ പുതിയ ഗസ്റ്റ് മഞ്ചിയാണ്. എന്റെ പേരാണ് ടിക്ക. അതല്ല ഒരുപാട് ദൂരത്തേക്ക് അറിയാലേ. നല്ല രസമുണ്ടാവും. പഴം കഴിഞ്ഞ പഴം പോണില്ലല്ലോ. മങ്കീനാണ് എനിക്ക് തൊടാനും പറ്റില്ല. 2-3 ദിവസമായ പാമ്പൂൾ എന്തുണ്ടാക്കാൻ വേണോ? ആ ഇപ്പൊ എന്താ അവിടെ വെച്ചേക്കണത്? എന്താ വെച്ചേക്കണേ? ആ അപ്പൊ ബേക്കിംഗ് സോഡയും ഷുഗറും മിക്സ് ചെയ്തിട്ടോ. ആ ഇട്ടോ. ആ ഇനി ഡാരിട്ടോ. 2 ബാക്കി ലിച്ചു. മണ്ണെണ്ണ ഭയങ്കരമായിട്ട് കൂടിയെന്ന് മാത്രം. ബാക്കി അച്ചു കേട്ടോ. പാമ്പ് അവര് പറഞ്ഞില്ലേ ആർക്കെങ്കിലും കാണണ്ട? എനിക്കൊന്നും കാണാനില്ല. എനിക്ക് അച്ഛനും കാണാനുണ്ട്. ഒരു കറുത്ത സാധനം പഞ്ചസാര ഇത് വരുന്നുണ്ടോ? നല്ല വരുന്നുണ്ട്. മണ്ണെണ്ണ വേണ്ടടോ. ഇതാ ദേ പൊന്തി വരുന്നു. കറുത്ത സാധനം ലൂമിനെ കാണാറുണ്ടോ? ഇത്രക്ക് ചെറുതാണല്ലോ മാമേ. ചെറുതാ. അമ്മ വന്ന് നോക്ക്, പൊന്തുണ്ട്. കറുത്ത സാധനമായി ആകെ പഞ്ചസാരയുടെ മീത് വരാൻ പോണത്. ശരിയാ വരുന്നുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര കരിഞ്ഞു കഴിഞ്ഞാ പറയൂ. ബുർജ് പോലെയുള്ള പമ്പനെ പാമ്പ് പോലെയൊന്നല്ല. വെരി ഗുഡ് അച്ചു. എടുത്തു വെച്ചോ.
വായിച്ചോ. ഇങ്ങനെ. കേട്ടോ? കെ എഴുതണ പോലെ എന്നിട്ട് ഇങ്ങനെ ഉറക്കമായി. കേട്ടോ? വായിച്ചോ. Yeah. Yeah. Kre